പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. നമസ്കാരം. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യെസ്, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. സ്വർണം സമ്മാനമായിട്ട് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് ഈ ഇരിക്കുന്ന ബോക്സുകളിൽ എവിടെയൊക്കെയോ സ്വർണ്ണം ഇരിപ്പുണ്ട്, ആ സ്വർണം നിങ്ങൾക്ക് തരിക. അതാണ് നമ്മുടെ പരിപാടി. എങ്ങനെ തരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നിങ്ങൾ ഒരു നമ്പർ ചൂസ് ചെയ്യുന്നു, എന്നോടത് പറയുന്നു, ഞാനത് തുറക്കുന്നു, സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു. അത്ര ഈസി ആയിട്ട് സ്വർണം നേടാവുന്ന ഒരു ഗെയിം ഷോയാണ് നമ്മുടെ ഈ സ്വർണ്ണ വർഷം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ന് ഇട്ടിരിക്കുന്ന ഓർണമെന്റ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർണമെന്റ്സ് അല്ലേ. നോക്കി, ഞാൻ ഇപ്പോൾ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അതിന് മാച്ച് ചെയ്യുന്ന ഓർണമെന്റ്സ് ആണ്. ഇതൊക്കെ സ്വർണ്ണ മഹലിൽ നിന്ന് എടുത്തിരിക്കുന്ന ഗോൾഡാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ചെയിൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇയറിംഗ് ആണ് എന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ്. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന റിംഗ് ആണ്. ഈ റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മയിലിൻ്റെ ഷേപ്പിലാണ്. ഒരുപാട് സ്റ്റോൺസ് ഉണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ബാങ്കിൾ എന്ന് പറഞ്ഞാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കളക്ഷൻ. നമ്മുടെ ഈ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിയിരിക്കുന്നത് സ്വർണ്ണ മഹലിൽ നിന്നാണ്. വാങ്ങിയിരിക്കുകയല്ല, ഞാൻ ഇട്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യം പറയാനുള്ള ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. ഓഫേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഡയമണ്ട് ഫെസ്റ്റ് നടക്കുന്നു, അത് കഴിയും എന്ന്. എന്തായാലും അത് അപ്പോൾ കഴിഞ്ഞുവെങ്കിലും വീണ്ടും വരുന്നുണ്ട്. 2 days വരുന്ന സാറ്റർഡേ സൺഡേ, അതായത് 29th ആണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1 carat എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,000 rupees ഡിസ്കൗണ്ട് ഉണ്ട്. അല്ല, ഇപ്പോൾ 1/2 carat ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഗോൾഡ് കോയിൻ സമ്മാനമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, മിസ് ചെയ്യേണ്ട കേട്ടോ, ഡയമണ്ട്സ് ഇഷ്ടപ്പെടുന്നവർ. ഓക്കെ, സോ യെസ്, നമ്മുടെ ഷോയിലോട്ട് കടക്കുമ്പോൾ എന്താണ് നമ്മുടെ ഷോ എന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ വിളിക്കുക, നിങ്ങൾ ഇതിൽ നിന്നൊരു നമ്പർ ചൂസ് ചെയ്യുക, എന്നോട് പറയുക, അത് ഞാൻ തുറന്ന് നോക്കുന്നു, സ്വർണം ഉണ്ട് എന്നുണ്ടെങ്കിൽ സമ്മാനമായിട്ട് തരുന്നു. പിന്നെ നിങ്ങൾക്ക് വാട്സപ്പിലും അയക്കാം. 8086011443 എന്ന നമ്പറിലോട്ട് വാട്സപ്പിൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പറും പേരും സ്ഥലവും അയക്കുക. ഒറ്റ തവണ മാത്രമേ അതിൽ അയച്ചിട്ട് കാര്യമുള്ളൂ. ആ നമ്പറിലോട്ട് വിളിക്കാനും പാടില്ല. പിന്നെ വാട്സപ്പ് എന്ന് പറയുന്നത് എപ്പോഴും സെക്കൻഡറി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കോളിന് ശേഷം, എല്ലാ കോളിന് ശേഷം മാത്രമേ വാട്സപ്പിലെ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യത്തുള്ളൂ. 12:45 വരെ മാത്രമേ വാട്സപ്പിൽ ടൈം ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഗീത. ഗീത, എവിടുന്നാ വിളിക്കുന്നേ? തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നേ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? വീട്ടില് ഹസ്ബൻഡ്, 3 മക്കളുണ്ട്. ആഹാ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കളൊക്കെ പഠിക്കുകയാണോ? എത്രാം ക്ലാസ്സിലൊക്കെയാ? അതെ, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളോ, BA കഴിഞ്ഞിട്ടുള്ളോ. ആണോ? ഓക്കെ ഓക്കെ. 3 മക്കൾ എന്ന് പറയുമ്പോ പേരെന്താണ് മക്കളുടെ? ഗോകുൽ ബാബു, ഗോപകുമാർ ബാബു, ഗോപിക. ഓക്കെ. ടീച്ചറിന്റെ കോഴ്സിന് D.Ed. എന്തോ? ഗോപിക മോള് D.Ed പഠിക്കുന്നു. B.Ed പഠിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ജി വെച്ചാണല്ലോ. ഹസ്ബൻഡിന്റെ പേരെന്താ? ബാബു. ഓക്കെ ഓക്കെ ഓക്കെ. ഹസ്ബൻഡിന്റെ പേര് ബാബു ആണെങ്കിലും ജി വെച്ചുള്ള പേരാണ് മക്കൾക്കെല്ലാം ഇട്ടത് അല്ലേ? ചേച്ചിയുടെ സെലക്ഷൻ ആയിരുന്നോ പേരൊക്കെ? അല്ല, ഹസ്ബൻഡിന്റെ സെലക്ഷൻ ആയിരുന്നു. ഹസ്ബൻഡിന്റെ സജഷൻ ആയിരുന്നു. ഓ, വൈഫിനോടുള്ള ഇഷ്ടമുള്ള കാരണം ജി വെച്ച് തുടങ്ങിയാ മതി മക്കള് അല്ലേ? ഓക്കെ, ഏതാണ് നമ്പർ ചേച്ചി? നമ്പർ 23. 23 അല്ലേ? ഓക്കെ, 23 ആണ് നമ്മുടെ ഫസ്റ്റ് കോളർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓപ്പൺ ആക്കി നോക്കാൻ പോവാണ്. ഫസ്റ്റ് കോളറിന് തന്നെ ഗോൾഡ് കിട്ടുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. നോക്കാം.
അവിടെ 23-ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ ചേച്ചി. ഹലോ, സാരമില്ല. ഓക്കെ, നെക്സ്റ്റ് ടൈം കിട്ടും കേട്ടോ. ഒരു തവണ കിട്ടിയിട്ടുണ്ട്. ആണോ? കുറെ നാളായോ കിട്ടിയിട്ട്? 100ാമത്തെ എപ്പിസോഡിൽ കിട്ടിയതാ. 100ാമത്തെ എപ്പിസോഡിൽ കിട്ടിയതാ അല്ലേ? ഓക്കെ. അപ്പൊ അധികം നാളായില്ല, അടുത്ത് തന്നെ കിട്ടിയ ആളാണ് അല്ലേ? അപ്പൊ ഇനിയും വിളിക്കണം, സ്വർണം നേടണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മുടെ ഗീത ചേച്ചിക്ക് ഇത്തവണ ഗോൾഡ് കിട്ടിയിട്ടില്ല, പക്ഷെ 100th എപ്പിസോഡിൽ കിട്ടിയ ആളാണ്. അപ്പോൾ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള ആളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും കാണുക. പിന്നെ കണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇന്നിപ്പോൾ വിളിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും വിഷമിക്കരുത്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ സൺഡേയും നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. സോ യെസ്, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ, ഇതാരാണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? ശ്രീവേദ. എന്താണ്? നിവേദ അല്ലേ? ഓക്കെ. നിവേദ ടിവിയിൽ ശ്രദ്ധിച്ചു ഇരിക്കരുത്, ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കണം, എന്നാലേ നമുക്ക്. യെസ്, നിവേദ എവിടുന്നാ വിളിക്കുന്നേ? ടിവിയിൽ തന്നെയാണ് ഇപ്പോഴും. നിവേദ, ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കോ? കോഴിക്കോട് എന്നാണ്. ഓക്കെ, നിവേദയുടെ നമ്പർ ഏതാണ്? നമ്പർ ഏതാണ്? നമ്പർ പറയോ? 43. ഓക്കെ, 43-ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 43-ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അയ്യോ ഇല്ലല്ലോ. ഇല്ല കേട്ടോ, നിവേദയ്ക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല. അപ്പം നിവേദ വിളിച്ചപ്പോൾ ഉള്ളൊരു പ്രശ്നം ഞാൻ പറയട്ടെ, വേറെ ഒന്നുമല്ല. നിവേദ ഫോണിൽ ശ്രദ്ധിച്ചിട്ട് ഞാൻ ഫോണിൽ പറയുന്നതിൻ്റെ റിപ്ലൈയും തരണം, ടി വിയിൽ അത് ഒരു സെക്കൻഡ് ഡിലേ ആയിട്ട് വരുന്ന അതിന് റിപ്ലൈ തരും. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെയാണ് നിവേദ പോയത്. അപ്പോൾ ഇനി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിവേദ ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കണം, എന്നാൽ മാത്രമേ നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നിവേദ മാത്രമല്ല, എല്ലാവരും ഫോണിൽ തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്, നമസ്കാരം. ഇതാരാണ്? ഹലോ, ഇതാരാണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹായ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? മേരി വർഗീസ് അല്ലേ? മേരി വർഗീസ്. എവിടെയാണ് സ്ഥലം? ടിവിയിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ ശ്രദ്ധിക്കൂ. അയ്യോ, ഒട്ടും ഓഡിബിൾ അല്ല കേട്ടോ. സ്ഥലം ഒന്നുകൂടെ പറയോ? എന്താ? ഹലോ, കരോട്ടുകര. ഓക്കെ. ഇപ്പൊ കേൾക്കുന്നുണ്ട്, നന്നായി കേൾക്കുന്നുണ്ട്. നമ്പർ പറയാവോ? ഹലോ, നമ്പർ പെട്ടെന്ന് പറഞ്ഞോളൂ. എനിക്ക് ഒന്ന് കോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് പറയാം. 60 ആണോ അല്ലേ? 6060 അല്ലേ? അതെ, 60. ഓക്കെ. 6060 ഓപ്പൺ ആക്കാൻ പോവാണ്. ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതെ. ലെറ്റ്സ് സീ. അയ്യോ, ഗോൾഡ് ഇല്ലല്ലോ. സാരില്ല കേട്ടോ, 60-ൽ ഗോൾഡ് ഇല്ല. ബട്ട് നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്, ബൈ. സോ മേരി വർഗീസിന് ഗോൾഡ് കിട്ടിയിട്ടില്ല. എനിക്കൊന്ന് ലാസ്റ്റ് ടൈം വിളിച്ച് രണ്ടുപേരുടെയും കോൾ ഡിസ്റ്റർബൻസ് നന്നായിട്ടുണ്ട്. നമുക്ക് നോക്കാം നെക്സ്റ്റ് കോളറിന് ഡിസ്റ്റർബൻസ് ഉണ്ടോ, നന്നായിട്ട് സംസാരിക്കുക. ഡിസ്റ്റർബൻസിനേക്കാളും മെയിനായിട്ട് ടി വിയിൽ ശ്രദ്ധിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ടി വിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരേ കാര്യം തന്നെ 3 തവണയൊക്കെ നിങ്ങൾ മറുപടിയായിട്ടൊക്കെ പറയും. അതുകൊണ്ടാണ് പ്ലീസ് ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലും അയക്കാം 8086011443 എന്ന നമ്പറിലോട്ട്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ, ഇതാരാണ്?
വിനോദിനി പേര്. വിനോദിനി. ആ ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? വിനോദിനി. വിനോദിനി ചേച്ചി വിനോദിനി. വിനോദിനി അതല്ലേ? ഞാൻ കേട്ടു. ഓ സുഖം സുഖം. സുഖമായിട്ടിരിക്കുന്നു അല്ലേ? എവിടെയായിരുന്നു സ്ഥലം? മലയൻകീഴ് അല്ലേ? സുഖം സുഖം. ഓക്കെ ഓക്കെ. ഏതാണ് നമ്പർ ചേച്ചി? അതെ. ഓ ആ സുഖം സുഖം. നമ്പർ ഏതാണ്? യെസ് 46. 46. ഓക്കെ 46. ഓക്കെ 46 നമുക്ക് നോക്കാം. ഓക്കെ ലെറ്റ്സ് സീ 46 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ്. ഹലോ. അയ്യോ ഗോൾഡ് ഇല്ലല്ലോ ചേച്ചി. ഗോൾഡ് ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ താങ്ക് യു. ടാറ്റാ. സോ ലാസ്റ്റ് 3 കോൾസിൽ നമ്മൾ ഫേസ് ചെയ്ത പ്രശ്നം എന്ന് പറയുന്നത് ഡിലേ ആയിട്ട് ഉത്തരം പറയുക എന്നുള്ളതാണ്. അത് നമ്മുടെ കണക്ഷൻ്റെ ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതുവരെയുള്ള പരിചയം അനുസരിച്ച് ടി വി ശ്രദ്ധിച്ച് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടി വിയിൽ ശ്രദ്ധിക്കരുത്. നിങ്ങൾ എപ്പോൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിലും ഫോണിൽ ആ ഫോൺ എടുത്ത് കുറച്ചൊന്ന് മാറി നിന്നിട്ട് സംസാരിച്ചാൽ പ്രശ്നമൊക്കെ മാറും. അപ്പോൾ കുറച്ച് ഫോണും എടുത്ത് മാറിയിരിക്കുക. ടി വി അവിടെ വീട്ടിലുള്ളവർ കണ്ടോട്ടെ. എന്തായാലും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ശബ്ദമൊന്നും നമുക്കത് കേൾക്കാൻ പറ്റില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കുക. നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഹലോ, ഞാൻ പേര് കണ്ണ. എന്താണ് പേര്? എന്താണ്? കേൾക്കുന്നുണ്ട്, പക്ഷെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. എന്താണ് പേര്? ഹലോ, പേരൊന്നും കൂടെ പറയോ? കനകം. ഓക്കെ, എവിടെ? ഇപ്പൊ ക്ലിയർ ആയി ചേച്ചി. എവിടെന്നാ വിളിക്കുന്നത്? എവിടെന്നാ വിളിക്കുന്നേ? യെസ് കനകം. ഓക്കെ, എവിടെന്നാ വിളിക്കുന്നേ? തിരുവനന്തപുരം. ആ, വീട്ടിൽ ആരൊക്കെയുണ്ട്? തിരുവനന്തപുരം. ആ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എന്റെ മോളുണ്ട്, മോളുടെ മോളും ഉണ്ട്. മോളും മോളുടെ മോളും ഉണ്ട്. എല്ലാരും ഉണ്ടല്ലേ? ഓക്കെ, ഏതാണ് നമ്പർ ചേച്ചി? 61. ഓക്കെ, മോളുടെ ബഹളം കേൾക്കാലോ അവിടെ, കുഞ്ഞു മോളുടെ. 61. ഓക്കെ 61. ഓക്കെ 61-ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. അയ്യോ ഇല്ലല്ലോ, 61-ൽ ഗോൾഡ് ഇല്ല കേട്ടോ. സാരമില്ല, പോട്ടെ. അപ്പോൾ കനകൻ ചേച്ചിക്കും സ്വർണം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വിന്നറിന് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? പലപ്പോഴും നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ വിളിക്കുമ്പോൾ നല്ല റേഞ്ച് ഉള്ളിടത്ത് നിന്ന് സംസാരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ടി വിയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ലതായിരുന്നു. ടി വിയിൽ ശ്രദ്ധിക്കാനേ പാടില്ല. ഇപ്പോൾ കഴിഞ്ഞ 4 കോൾസ് ആയിട്ട് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഇഷ്യൂ എന്ന് അറിയില്ല. മോസ്റ്റ് പ്രോബബ്ലി ടി വിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. റേഞ്ച് ഉള്ളിടത്ത് നിൽക്കാനും മറക്കരുത്. ഓക്കെ, സോ അതിനോടൊപ്പം തന്നെ വാട്സപ്പിലും അയക്കുക. വാട്സപ്പിൽ അയക്കേണ്ട നമ്പർ 8086011443 എന്ന നമ്പറാണ്. 8086011443. ഈ നമ്പറിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ, ഇത് ഇത്രയും അയക്കാം. ഒറ്റത്തവണ മാത്രം അയക്കുക. പിന്നെ എപ്പോഴും വാട്സപ്പ് വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റാണ് തിരഞ്ഞെടുക്കുന്നത്. 12:45 വരെ വാട്സപ്പിൽ നിങ്ങൾക്ക് അയക്കാനുള്ള സമയമുള്ളൂ. അപ്പോൾ 12:45 വരെ അയച്ചവരിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേഴ്സിൽ വിന്നറിനെ കിട്ടാത്ത നമ്പർ, കറക്റ്റ് ആയിട്ടുള്ള നമ്പർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നാണ് വിന്നറിനെ ചൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് പറയുന്ന ആൾക്കാർക്കാണ് വിന്നർ ആവാൻ പറ്റുന്നത്. അപ്പോൾ മാക്സിമം പെട്ടെന്ന് അയക്കുക കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് കുറച്ച് വയസ്സായിട്ട് അല്ലെങ്കിൽ ചിന്തിച്ച് കറക്കി കുത്തിയോ എങ്ങനെയെങ്കിലുമൊക്കെ അയക്കുക. ഓക്കെ, നിങ്ങൾ വിളിച്ചെന്ന് പറഞ്ഞ് അയക്കാതിരിക്കേണ്ട. നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അയക്കാം. ഓക്കെ, പിന്നെ മെജോറിറ്റി ആൾക്കാരിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോള് കണക്റ്റ് ആകുന്നില്ല. അതായത് ബെല്ലുണ്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ബിസി, ഇങ്ങനെയൊക്കെ ഉള്ളത് കാണും. അത് ചിലപ്പോൾ കറൻ്റ് കോള് പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും. ഒരു 3 to 5 ടൈംസ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ സീനില്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കണക്റ്റ് ആകും എന്നുള്ളതാണ്. സോ യെസ്, നമുക്ക് എന്തായാലും ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാലോ? അപ്പോൾ ഇനി സ്വർണ്ണവർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്.
പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വെൽക്കം ബാക്ക് ടു പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. സോ യെസ്, സ്വർണ്ണവർഷത്തിൽ ഇപ്പോൾ തുടങ്ങിയിട്ട് നമുക്ക് ഇതുവരെ വിന്നേഴ്സിനൊന്നും ആയിട്ടില്ല. കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ. എന്തായാലും ഇനി അങ്ങോട്ടായിരിക്കും വിന്നേഴ്സിനെ കിട്ടാൻ പോകുന്നത് എന്ന് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഓർണമെന്റ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ്. ഈ ഒരു മാലയാണെന്നുണ്ടെങ്കിൽ ഈ ലോക്കറ്റൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല ഡിസൈൻ അല്ലേ? അതുപോലെ തന്നെ ഈ ഇയറിംഗ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര രസമുള്ള ഇയറിംഗ് ആണ്. നോക്കിയേ, കണ്ടോ, നല്ല ഭംഗി. ഇയറിംഗ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട്. ഇയറിങ്ങിനോടൊപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സംഭവം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോതിരമാണ്. ഈ മോതിരം മയിലിൻ്റെ ഡിസൈനാണ്. ഒരുപാട് സ്റ്റോൺസ് ഉണ്ട്, മയിലിൻ്റെ ഡിസൈൻ. നല്ല രസം അല്ലേ? പിന്നെ ബാങ്കിൾ, ഇതെല്ലാം ഒരു സെറ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന കളക്ഷനാണ്. അപ്പോൾ യെസ്, ഇതൊക്കെ എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വർണ്ണമഹലിൽ നിന്നാണ്. അപ്പോൾ സ്വർണ്ണമഹലിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ഓഫർ നടക്കുന്നുണ്ട്. ഡയമണ്ട്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വരുന്ന 28-നും 29-നും വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതായത് ഡയമണ്ടിന് വില, അതായത് ഭയങ്കര ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് നിങ്ങൾ 1 ക്യാരറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 10,000 ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 1/2 ക്യാരറ്റാണ് വാങ്ങുന്നുണ്ടെങ്കിൽ ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 2 ദിവസമേ ഉള്ളൂ, 28-ഉം 29-ഉം. മിസ്സാക്കല്ലേ? ഓക്കെ, ബാക്ക് ടു സ്വർണ്ണവർഷം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബോക്സസേ തുറന്നിട്ടുള്ളൂ. ഒരുപാട് ബോക്സുകൾ തുറക്കാനുണ്ട്. ഗോൾഡ് ഉള്ള ബോക്സുകളൊന്നും ഇതുവരെ തുറന്നിട്ടുമില്ല. സോ നിങ്ങൾക്ക് ചാൻസ് ഇങ്ങനെ ഹൈ ആണ് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ളത്. പെട്ടെന്ന് തന്നെ വിളിക്കുക. എന്തായാലും നമ്മുടെ കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ് ഹായ് ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? യെസ്, ഫോണിൽ ശ്രദ്ധിച്ചാണോ സംസാരിക്കുന്നേ? ഒന്നും കേൾക്കുന്നില്ല. പേരെന്താ? അജിത അല്ലേ? ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്നാ വിളിക്കുന്നേ അജിത? ഓക്കെ, ഉത്തരം വരും. എന്താ? ഹരിപ്പാട്. ഓക്കെ അജിത, നമ്പർ പറയോ? നമ്പർ പറയോ? ഇലവൻ. ഓക്കെ, 1111. ഓക്കെ, 11-ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ. 11. Yes, 11. Let's see. അയ്യോ, ഇല്ലല്ലോ, ഗോൾഡ് കിട്ടിയിട്ടില്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഉറപ്പായിട്ട് ഇനിയും വിളിക്കുക. താങ്ക് യു, ബൈ. നമ്മുടെ കോളേഴ്സിനോടൊന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഈ പുറത്തൊക്കെ വേറെ കൺട്രീസിലൊക്കെ വിളിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഡിലേ ഉണ്ടാവും. അതുപോലെയാണ് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, നെക്സ്റ്റ് കോളേജിലോട്ട് പോകാം. ഹലോ ഹായ്, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഹലോ, താരാണ് അവിടെ കേട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും ഉത്തരം വരൂ. എന്താ? ഉറക്കെ സംസാരിക്കോ? പേര് പറയാവോ? പേരെന്താണ്? ഇപ്പൊ കേക്കാം. ഫോണിൽ തന്നെ. പേര് ജയൻ. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? ഹലോ, എവിടുന്നാ വിളിക്കുന്നേ? ഓക്കെ, ജയൻ. ഓക്കെ, കിളിമാനൂർ. ജയൻ, എന്റെ സൗണ്ട് ഫോണിൽ കൂടെ കേൾക്കാൻ പറ്റുന്നില്ലേ?
ഉണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതോ ടി വി കൂടെ മാത്രമേ പറ്റുന്നുള്ളൂ? ഫോണിൽ കൂടെ കേൾക്കാം. പിന്നെന്താണ് ഫോണിൽ? ഓക്കെ, നമ്പർ ഏതാണ്? കേൾക്കാം. ഓക്കെ, ഏതാണ് നമ്പർ? ആ ഓക്കെ, ഏതാണ് നമ്പർ? 54. 54. ഓക്കെ, 54 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. 54, ലെറ്റ്സ് സീ. 54. അയ്യോ ഇല്ല കേട്ടോ, ഗോൾഡ് ഇല്ല 54. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓൾ ദ ബെസ്റ്റ്, ബൈ ബൈ. അപ്പോൾ കിട്ടിയിട്ടില്ല, മൊത്തത്തിൽ നെറ്റ്വർക്ക് സീനാണ്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഉറക്കെ സംസാരിക്കണം. എന്തായാലും നെറ്റ്വർക്ക് ഇച്ചിരി പ്രശ്നമുള്ളതുകൊണ്ട് നമുക്കത് ഉറക്കെ സംസാരിച്ചെങ്കിലും അതങ്ങ് സോൾവ് ചെയ്ത് വിടാം. അപ്പോൾ ഉറക്കെ സംസാരിക്കുക, ടി വി ശ്രദ്ധിക്കാതെ മാക്സിമം ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല ഫോണിൻ്റെ പ്രശ്നമാണോ നിങ്ങൾ ടി വിയിൽ ശ്രദ്ധിച്ചിട്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ഹായ്. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഹലോ, ഹായ്. ഹലോ, വിനീത. വിനീത. ഓക്കെ, വിനീത എവിടെയാണ് വിളിക്കുന്നേ? ഹലോ, വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ്. ഓക്കെ, ഏതാണ് നമ്പർ? 44 ആണോ? 44. ഓക്കെ, 44 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. വിനീതയ്ക്ക് ഗോൾഡ് ഉണ്ടോ നോക്കാം. യെസ് യെസ്, ലെറ്റ്സ് സീ. അയ്യോ ഇല്ല, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. താങ്ക് യു, ബൈ. സോ വിനീതയ്ക്കും കിട്ടിയിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, കണക്റ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കാം. വാട്സപ്പിൽ അയക്കേണ്ട നമ്പർ 8086011443 എന്ന നമ്പറിലോട്ടാണ്. സോ നമ്മുടെ തൊട്ട് മുന്നേ വിളിച്ച വിനീത പക്കയായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ഉറക്കം സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉറക്കം തന്നെ സംസാരിച്ചു. അപ്പോൾ ശബ്ദം സീനൊന്നുമില്ല, നിങ്ങൾ ഉറക്കി സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഡിലേ ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇനി നിങ്ങളുടെ അവിടുത്തെ ഇഷ്യൂ ആണോ ഇവിടുത്തെ ഇഷ്യൂ ആണോ ഒരു ഐഡിയ ഇല്ല. മൊത്തത്തിൽ നെറ്റ്വർക്കിൽ പണി കിട്ടിയിരിക്കുകയാണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് കോൾ കണക്ട് ചെയ്യാനും ബോക്സ് ഓപ്പൺ ആക്കാനും പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും വിളിക്കുക, നമുക്ക് സംസാരിക്കാം. വാട്സപ്പിൽ അയക്കേണ്ട നമ്പർ ഞാൻ പറഞ്ഞല്ലോ, 8086011443 എന്ന നമ്പറാണ്. വാട്സപ്പിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ സ്വർണ്ണമുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അയയ്ക്കുക, വേറെ ആരെങ്കിലും അയക്കുന്നതിന് മുന്നേ അയയ്ക്കുക. ഓക്കെ, 2-3 നമ്പറൊക്കെ ഉണ്ടെങ്കിൽ 3 നമ്പറിൽ നിന്നൊക്കെ മാറ്റി അയച്ചാലും ഒരു പ്രശ്നമില്ല. സോ യെസ്, സ്വർണ്ണമാണ് നമ്മുടെ ഇവിടെ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ശരിക്കും പൈസ കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ് ഗോൾഡ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം ഗോൾഡിൻ്റെ വില എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്, അസറ്റാണ്. നമുക്കത് ഇപ്പോൾ ഒരു ഓർണമെൻ്റ് ആക്കി മാറ്റാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സമ്മാനമാണ് ഗോൾഡ്. അപ്പോൾ ആ ഗോൾഡാണ് നമ്മുടെ ഇവിടെ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഷോയുടെ പേര് തന്നെ സ്വർണ്ണ വർഷം എന്നായത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പല ആളുകളുടെ ഒരു മെജോറിറ്റി ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ലക്ക് ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് ടി വി ഒക്കെ കാണും, അവിടെ നിന്ന് കറക്റ്റായിട്ടൊക്കെ ചൂസ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്താൽ ഇന്ന നമ്പറിലുണ്ട് എന്ന് ചൂസ് ചെയ്തിരിക്കുന്ന ആ നമ്പറിൽ തന്നെ ആയിരിക്കും ഗോൾഡ്. നിങ്ങൾ തന്നെ ചിലപ്പോൾ അത് വേറെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞ് തുറക്കുന്നത് കണ്ടിട്ട് വിളിച്ചാൽ മതിയായിരുന്നു എന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ പോലും അങ്ങനെ എക്സ്പീരിയൻസ് നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വിളിക്കില്ല, ഒരു മടിയാണ്, എനിക്ക് കിട്ടാൻ പോകില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ വിളിച്ചു നോക്കുക, ട്രൈ ചെയ്യുക. ചിലപ്പോൾ ഇന്നത്തെ ഗോൾഡ് നിങ്ങൾക്കായിരിക്കാം. ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 2 3 4 5 6 7 8 അല്ലേ, അത്രയും ബോക്സസ് ഇതുവരെ തുറന്നിട്ടുള്ളൂ. 11 to 70 വരെയാണ് നമ്മുടെ ബോക്സസും നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും ഗോൾഡ് ഉണ്ടാവും. ഒരൊറ്റയിൽ മാത്രമല്ല, മൾട്ടിപ്പിൾ ബോക്സുകളിൽ ഗോൾഡ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. അപ്പം നിങ്ങൾ ഇത്രയും നമ്പേഴ്സേ ഒന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് മടിച്ചിരിക്കരുത്. ഒരുപാട് ബോക്സുകളിലായിട്ട് ഗോൾഡ് ഉണ്ട്. ഗോൾഡാണ് സമ്മാനം. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും ഹാപ്പി. നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടമുള്ള ആൾക്കാർക്കും സമ്മാനിക്കാം. ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ കിട്ടിയ ഉടൻ തന്നെ അമ്മയ്ക്കോ വൈഫിനോ മക്കൾക്കോ ആർക്ക് വേണമെങ്കിലും സമ്മാനിക്കാം. ഗോൾഡാണ് സമ്മാനം എന്നുള്ളത്. സോ യെസ്, മിസ് ചെയ്യരുത്. ഒപ്പം വാട്സപ്പിലും അയക്കാം. സോ നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ,
പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ആരാണ്? ശോഭ. ശോഭ. ഓക്കെ, നാവായിക്കുളത്തുനിന്ന്. നാവായിക്കുളത്തുനിന്ന്. ഓക്കെ ശോഭ, ഏതാണ് നമ്പർ? 27. 27. നമുക്ക് തുറന്നു നോക്കിയാലോ. 27ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് കളയാം. കുറച്ച് നേരത്തിന് ശേഷം നേരെ സംസാരിക്കുന്ന ഒരാളാണ്. 27. ലെറ്റ്സ് സീ. അയ്യോ സോറി, ഇല്ല കേട്ടോ. 27ൽ ഗോൾഡ് ഇല്ല. നെക്സ്റ്റ് ടൈം ഗോൾഡ് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. ശരിക്കും ഇത്ര നേരത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നേരത്തെ കറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റി ശോഭയുമായിട്ട്. അപ്പോൾ ഇതുപോലെ ഇനിയും കോളേഴ്സുമായിട്ട് കറക്റ്റായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബോക്സുകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. കുറേ ബോക്സുകൾ ഇങ്ങനെ എന്നെ പറയൂ എന്നൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന പോലെയാണ് ചില ബോക്സുകൾ ഇരിക്കുന്നത്. എനിക്ക് ചില നമ്പേഴ്സിലൊക്കെ ഇതിൽ ഗോൾഡ് ഉണ്ടാവും എന്നൊക്കെ ഒരു ഫീൽ വരുന്ന നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും പറയുന്നില്ല. അല്ല, ഉണ്ടാവണമെന്നില്ല. എൻ്റെ നിങ്ങളെപ്പോലെ തന്നെയുള്ള എൻ്റെ ഇൻഡ്യൂഷനാണ്. കാര്യം എൻ്റെ അടുത്ത് പറയാറില്ല. ഞാൻ ചിലപ്പോൾ ക്ലൂ ഒക്കെ തന്നാലോ കോളേഴ്സിനെന്ന് വിചാരിച്ചാൽ എൻ്റെ അടുത്ത് ഒരു ക്ലൂവോ ഒന്നും തരില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ അല്ലെങ്കിൽ ക്ലൂ തരാൻ ഒരു നിവൃത്തിയില്ല. നിങ്ങളെപ്പോലെ തന്നെ മൊത്തത്തിൽ ഇങ്ങനെ ഏതിലാ എന്നിങ്ങനെ ഡൗട്ട് അടിച്ചാണ് ഞാനും നിൽക്കുന്നത്. സോ ഉറപ്പായിട്ടും നിങ്ങൾ വിളിക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും ഇവിടെ 3, 4, 5 തവണയൊക്കെ വിളിച്ച് സ്വർണം നേടിയ ആൾക്കാരുണ്ട്. അതായത് ഒരു ദിവസം തന്നെ 5 ടൈംസ് ഒക്കെ വിളിച്ച് സ്വർണം നേടിയ ആൾക്കാരുണ്ട്. അപ്പോൾ യെസ്, ഈസിയാണ് സ്വർണം നേടാൻ. നിങ്ങളൊന്ന് കുറച്ചൊന്ന് മനസ്സ് വയ്ക്കണം. ഈ ഒരു 1 hour നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, വിളിച്ച് നോക്കുക. മെസ്സേജ് അയക്കാൻ ഭയങ്കര ഈസിയാണ്. വാട്സപ്പിൽ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഈ പറയുന്ന ഗോൾഡാണ് സമ്മാനമായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാദേഴ്സ് ഡേ ആയിരുന്നു അല്ലേ. അപ്പോൾ ഫാദേഴ്സ് ഡേ ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞായിരുന്നു. പൊതുവെ മദേഴ്സ് ഡേ അല്ലെങ്കിൽ വിമൻസ് ഡേ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ഗോൾഡ് വാങ്ങുന്നതും സമ്മാനമായിട്ട് കൊടുക്കുന്നതും ഒക്കെ. ഫാദേഴ്സ് ഡേയിൽ അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷേ ഫാദേഴ്സ് ഡേയിലും ഗോൾഡൊക്കെ വാങ്ങി കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അങ്ങനെ എത്ര പേര് ഗോൾഡൊക്കെ വാങ്ങി കൊടുത്തു എന്ന് എനിക്കറിയില്ല. എന്തായാലും അന്ന് സമ്മാനം കിട്ടിയ ആൾക്കാർ ചിലപ്പോൾ ഫാദറിന് അന്ന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവും ഗോൾഡ്. അപ്പോൾ ഇനിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഗോൾഡൊക്കെ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അച്ഛന്മാർക്കും ഹസ്ബൻഡിനും ഒക്കെ വാങ്ങിക്കൊടുക്കാം. അവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ വളയും മോതിരവും മാലയും എല്ലാം ഇടാറുണ്ട്, കമ്മലും ഇടാറുണ്ട്. പണ്ടൊക്കെ ഒറ്റ കാതിലൊക്കെ കുത്തുള്ളായിരുന്നു. ഇപ്പോൾ 2 കാതിലും ഇതിന് പറയുന്നത് മൂക്കുത്തി വരെ ഇടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത് ശരിക്കും സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, പുരുഷന്മാർക്കും ഉള്ളത് തന്നെയാണ് ഗോൾഡ്. അപ്പോൾ ഉറപ്പായിട്ടും അവർക്കും വാങ്ങിക്കൊടുക്കുക. അല്ലെങ്കിൽ ഇന്നിപ്പോൾ വിളിച്ച് സമ്മാനം നേടുകയാണെന്നുണ്ടെങ്കിൽ സമ്മാനമായിട്ട് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഗോൾഡ് പർച്ചേസിനൊക്കെ നിങ്ങൾ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓഫേഴ്സൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഓഫേഴ്സൊക്കെ നിങ്ങൾ വൈസായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടും. ഇപ്പം ഞാൻ തന്നെ ചിലപ്പോൾ പൈസ വരുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഇതിരിക്കട്ടെ, ബാങ്ക് അക്കൗണ്ട് ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് സൂക്ഷിച്ച് വെച്ച് ഞാനിപ്പോൾ ചില സമയത്ത് റിഗ്രറ്റ് അടിക്കാറുണ്ട്. ദൈവമേ, ആ സമയത്ത് സ്വർണം വാങ്ങി വെച്ചാൽ മതിയായിരുന്നു. ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനേക്കാളും എന്ത് ബെറ്റർ ആണ് ഗോൾഡ് വാങ്ങുന്നതെന്ന് ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ടാണ് എനിക്കും തോന്നിയത്. അതുകൊണ്ട് ഇപ്പോൾ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസിലൊക്കെ ചൂസ് ചെയ്യുന്നതിന് വരെ ഞാനിപ്പോൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൊക്കെ ചേരാനുള്ള ഒരു തീരുമാനത്തിലാണ്. അപ്പോൾ നിങ്ങൾ പല ആൾക്കാരും ചേർന്നിട്ടുണ്ടാവും. എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ചേർന്ന് കണ്ടിട്ടുണ്ട് ഞാൻ. ഭയങ്കര ബെനിഫിറ്റ്സ് ആണ്. എല്ലാ വർഷവും അവസാനമാകുമ്പോൾ എന്തെങ്കിലും ഗോൾഡ് അവർ വാങ്ങിക്കും. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും അങ്ങനെ ഒരു ഡിസിഷനിലോട്ട് എത്തിയത്. അതായത് ഗോൾഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അടിപൊളി ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് ആസ് ഓഫ് നൗ അല്ലേ. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ യെസ്, പെട്ടെന്ന് വിളിക്കുക. അതേ കുറേ നമ്പേഴ്സ് ഇവിടെ ബാക്കിയുണ്ട്, ബോക്സസ് ഓപ്പൺ ചെയ്യാൻ ബാക്കിയുണ്ട്. വളരെ എന്താ പറയുക, നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കാത്ത നമ്പറിലായിരിക്കും ഇരിക്കുന്നത്. അത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? മുരുകൻ. എവിടുന്നാ വിളിക്കുന്നേ? വർക്കലയെന്നാണ് വിളിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയുണ്ട് മുരുകൻ? ഞാനും അമ്മയും അച്ഛനും. എന്താ ചെയ്യുന്ന മുരുകൻ? ഞാൻ പഠിക്കുവാണോ? ഓക്കെ, എത്രാം ക്ലാസ്സിലാ? എത്രാം ക്ലാസ്സിലാണ്? 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ 10 സ്റ്റാർട്ട് ചെയ്തല്ലേ? 9ൽ നിന്ന് 10ലോട്ടായി അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് ആഗ്രഹം? 10th കഴിയുമ്പോ ഏത് സബ്ജക്ട് എടുക്കണോന്ന് ആഗ്രഹം? ഫോണിൽ നിന്ന് ശ്രദ്ധ ടിവിയിലോട്ട് പോയോ? ഇല്ല. ഒന്ന് നമ്പർ പറഞ്ഞേക്കോ പെട്ടെന്ന്. നമ്പർ പറയോ? എത്രയാ? 52. ഹലോ, എത്രയായിരുന്നു നമ്പർ? 22. 22 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം 22ൽ ഗോൾഡ് ഉണ്ടോ എന്ന്.
ലെറ്റ്സ് സീ 22-ൽ ഗോൾഡ് ഉണ്ടോ മുരുകന്? അയ്യോ ഇല്ലല്ലോ, സോറി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഇല്ല, ഗോൾഡ് ഇല്ല. നെക്സ്റ്റ് ടൈം കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, സാരമില്ല, ഇങ്ങനെ സംഭവിക്കാം. എത്രയോ ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ഇത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു, ഒരുപാട് പേര് വിളിച്ചു, ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ വിഷമമൊന്നും വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഇഷ്ടംപോലെ കോളേഴ്സിന് ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് വിളിച്ചിട്ട് ലാസ്റ്റ് ടൈം കിട്ടിയൊക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില എപ്പിസോഡുകളിൽ ഏറ്റവും ലാസ്റ്റ് കോളറിന് ഗോൾഡ് അടിച്ച സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ആദ്യം തൊട്ട് അവസാനം വരെയും കറക്റ്റ് നമ്പേഴ്സ് ആരും പറയുന്നില്ല. അവസാനം ലാസ്റ്റ് കോളറാണ് ഒരാൾ പറഞ്ഞത്. പിന്നെ നമുക്ക് വാട്സപ്പിലാണ് സ്വർണം കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എപ്പിസോഡ്സും ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് കോളർ തന്നെ ഗോൾഡ് അടിച്ച എപ്പിസോഡ്സും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ ദിവസം ഓരോ പോലെയാണ് അല്ലേ? ലക്കുള്ളവർ അന്ന് എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അവരുടെ ടൈം ആകുമ്പോൾ അവർ കറക്റ്റായിട്ട് വിളിക്കും എന്നുള്ളതാണ്. മേ ബി ഈ ഒരു ടൈം അല്ലെങ്കിൽ ഈ ഒരു മൊമെൻ്റ് ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം വാട്സപ്പിലും അയക്കാൻ മറക്കരുത്. 8086011443 എന്ന നമ്പറിലോട്ടാണ് നിങ്ങൾ അയക്കേണ്ടത്. ഏതാണ്? 8086011443. ഈ നമ്പറിലോട്ട് അയക്കുമ്പോൾ നിങ്ങളുടെ ഒരു നമ്പർ മാത്രം അയച്ച് നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ നമ്പർ ഇത്രയും അയക്കുക. ഓക്കെ, പേര്, സ്ഥലം, നമ്പർ. എന്നാലല്ലേ നമുക്ക് വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന സ്ഥലത്ത് ഇന്ന നമ്പർ പറഞ്ഞേക്കുന്നത് ഇന്ന ആളാണ്, ഇവിടെ നിന്നാണ്, പുള്ളിയാണ് വിൻ ചെയ്തിരിക്കുന്നതെന്ന്. മേ ബി നിങ്ങൾ നമ്പർ കറക്റ്റായിട്ട് അയച്ചിട്ട് നിങ്ങൾ പേരും സ്ഥലവും അയച്ചില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ വിൻ ചെയ്യണമെന്നില്ല. കാര്യം നമുക്ക് ആളെ പറയാനില്ല, നമ്പർ മാത്രമേ ഉള്ളൂ. ഉറപ്പായിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്ര അയക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാട്സപ്പ് നമ്പർ പറയുന്ന സമയത്ത് എല്ലാവരും കയറി അതേ വിളിക്കും. മറ്റേത് കണക്റ്റ് ആകുന്നില്ല, കുറച്ച് ബിസി ആണല്ലോ, എങ്കിൽ ഇത് പിന്നെ വിളിക്കാമെന്ന്. അതിലാരും കോൾ എടുക്കത്തില്ല, അത് ബെല്ലടിക്കത്തേ ഉള്ളൂ. നമുക്കും കൂടെ ബുദ്ധിമുട്ടാകും. കാര്യം വാട്സപ്പിൽ ഓപ്പൺ ചെയ്യാൻ നോക്കുന്ന സമയത്തായിരിക്കും ഈ കോൾ വരുന്നത്. ആരും എടുക്കത്തുമില്ല, വെറുതെയാണ്. അപ്പോൾ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യരുത്. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ വിളിക്കേണ്ട നമ്പറിൽ തന്നെ വിളിക്കുക. ഒരു 3, 4, 5 മാക്സിമം 5 തവണ വിളിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കണക്റ്റ് ആകും. അപ്പോൾ ആ ഒരു ചിന്തയിലിരിക്കുക. ഓക്കെ, വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് നമ്പേഴ്സ് ബാക്കിയുണ്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്യുക. ഗോൾഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മാനമായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും. എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഇനി സ്വർണ്ണവർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകും. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണ്ണവർഷത്തിൽ നമ്മൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ വിന്നേഴ്സിനെ ഒന്നും കിട്ടിയിട്ടില്ല. കാര്യം കുറച്ച് ബോക്സസേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇതുവരെ ആ വിന്നർ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിട്ടിരിക്കുന്ന എൻ്റെ ഓർണമെൻറ്റ്സ് നല്ല ഭംഗിയുള്ള ഓർണമെൻറ്റ്സ് അല്ലേ? ഇപ്പോൾ ഈ മാലയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ മാല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്, കണ്ടില്ലേ? നല്ല രസമുണ്ട്. ഈ ഒരു ഗ്രീൻ സ്റ്റോണൊക്കെ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഡിസൈനും നല്ല രസമുണ്ട്. അതുപോലെ തന്നെ കമ്മൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. നല്ല രസമുണ്ട് ഈ കമ്മൽ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ റിങ്ങാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മയിലിൻ്റെ ഡിസൈനാണ്. ശരിക്കും ഒരു കുഞ്ഞു മയിലിരിക്കുന്ന പോലെ തന്നെ തോന്നും കയ്യിൽ. എന്നിട്ട് കുഞ്ഞു കുറേ സ്റ്റോൺസ് ഉണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത്. പ്ലസ് ഈ ഒരു ബാങ്കിൾ, ഇതിന് മാച്ച് ആയിട്ടുള്ള ബാങ്കിൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എല്ലാം കൂടി ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്വർണ്ണമഹലിൽ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു ഓഫർ എന്ന് പറയുന്നത് വരുന്ന 28th 29th ഉള്ളൊരു ഓഫറാണ്. അത് ഡയമണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഡയമണ്ട് ഫെസ്റ്റാണ്. അപ്പം നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഡയമണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ ക്യാരറ്റിന് 10,000 rupees ഡിസ്കൗണ്ട്, അതുപോലെ 1/2 ക്യാരറ്റിന് ഗോൾഡ് കോയിൻ സമ്മാനമായിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഈ ഓഫേഴ്സൊക്കെ നടക്കുന്നു, മിസ് ചെയ്യരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. സോ യെസ്, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, കേട്ടോ ഹായ്.
പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഹലോ, ഹലോ, ആരാ സംസാരിക്കുന്നേ? ഇർഫാൻ. എന്തോ? ഇർഫാന. അയ്യോ കേൾക്കുന്നില്ല. ഇർഫാന. ഓക്കെ, എവിടുന്നാ വിളിക്കുന്ന ഇർഫാന? ഹലോ ഇർഫാന, എവിടുന്നാ വിളിക്കുന്നേ? പട്ടാമ്പി. പട്ടാമ്പി. ഓക്കെ, ഇർഫാൻ ഏത് നമ്പറാ ചൂസ് ചെയ്തേ? പട്ടാമ്പി. ഉം. പട്ടാമ്പി. ഉം. 1717. ഓക്കെ, 17 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ലെറ്റ് സി 17ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അയ്യോ ഇല്ലല്ലോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇർഫാനിക്കും ഗോൾഡ് അടിച്ചിട്ടില്ല. മൊത്തത്തിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ട് സംസാരിക്കാനും പറ്റിയില്ല. എന്തായാലും സാരമില്ല. യെസ്, നെറ്റ്വർക്ക് ഭയങ്കര ഇങ്ങനെ ഇഷ്യൂ ആയിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പ് വിന്നറിനെ ഒന്ന് നോക്കാം. കാര്യം ഈ ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഇഷ്യൂ ഒരുപാട് പേർക്കുണ്ട്. സംസാരിക്കുന്നവർക്ക് നേരെ സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്തായാലും വാട്സപ്പ് വിന്നറിലോട്ട് കിടക്കാം. സോ യെസ്, ഓക്കെ, നമ്മുടെ ആദ്യത്തെ വിന്നർ എന്ന് പറയുന്ന അമ്പിളിയാണ്. അമ്പിളി സെലക്ട് ചെയ്തിരിക്കുന്നത് 59 ആണോ? 59. അമ്പിളി 59 സെലക്ട് ചെയ്ത് വിൻ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം 59ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കണമല്ലോ. ഓക്കെ, നോക്കട്ടെ. 59ൽ ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. സ്വർണ്ണവർഷം. യെസ്, സ്വർണ്ണവർഷത്തിൽ നമ്മൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ വിന്നേഴ്സിനെ ഒന്നും കിട്ടിയിട്ടില്ല. കാര്യം കുറച്ച് ബോക്സസേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇതുവരെ ആ വിന്നർ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്നിട്ടിരിക്കുന്ന എൻ്റെ ഓർണമെൻറ്റ്സ് നല്ല ഭംഗിയുള്ള ഓർണമെൻറ്റ്സ് അല്ലേ. ഇപ്പോൾ ഈ മാലയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ മാല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഈ ഒരു ഗ്രീൻ സ്റ്റോണൊക്കെ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഡിസൈനും നല്ല രസമുണ്ട്. അതുപോലെ തന്നെ കമ്മൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാണ്, ഡിസൈനാണ്. നല്ല രസമുണ്ട് ഈ കമ്മൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ റിങ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മയിലിൻ്റെ ഡിസൈനാണ്. ശരിക്കും ഒരു കുഞ്ഞു മയിലിരിക്കുന്ന പോലെ തന്നെ തോന്നും കയ്യിൽ. എന്നിട്ട് കുഞ്ഞു 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 കുറേ സ്റ്റോൺസ് ഉണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത്. പ്ലസ് ഈ ഒരു ബാങ്കിൾ, ഇതിന് മാച്ച് ആയിട്ടുള്ള ബാങ്കിൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എല്ലാം കൂടി ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്വർണ്ണമഹലിൽ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു ഓഫർ എന്ന് പറയുന്നത് വരുന്ന 28th 29th ഉള്ളൊരു ഓഫറാണ്. അത് ഡയമണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഡയമണ്ട് ഫെസ്റ്റാണ്. അപ്പം നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഡയമണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ ക്യാരറ്റിന് 10,000 rupees ഡിസ്കൗണ്ട്, അതുപോലെ അര ക്യാരറ്റിന് ഗോൾഡ് കോയിൻ സമ്മാനമായിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഈ ഓഫേഴ്സൊക്കെ നടക്കുന്നു, മിസ് ചെയ്യരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. സോ യെസ്, നമ്മുടെ നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഹലോ, ഹലോ, ആരാ സംസാരിക്കുന്നേ? ഇർഫാൻ. എന്തോ? ഇർഫാന. അയ്യോ കേൾക്കുന്നില്ല. ഇർഫാന. ഓക്കെ, എവിടുന്നാ വിളിക്കുന്ന ഇർഫാന? ഹലോ ഇർഫാന, എവിടുന്നാ വിളിക്കുന്നേ? പട്ടാമ്പി. പട്ടാമ്പി. ഓക്കെ, ഇർഫാൻ ഏത് നമ്പറാ ചൂസ് ചെയ്തേ? പട്ടാമ്പി. പട്ടാമ്പി. 1717. ഓക്കെ, 17 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ലെറ്റ് സി 17ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അയ്യോ ഇല്ലല്ലോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇർഫാനിക്കും ഗോൾഡ് അടിച്ചിട്ടില്ല. മൊത്തത്തിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ട് സംസാരിക്കാനും പറ്റിയില്ല. എന്തായാലും
സാരമില്ല. യെസ്, നെറ്റ്വർക്ക് ഭയങ്കര ഇങ്ങനെ ഇഷ്യൂ ആയിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പ് വിന്നറിനെ ഒന്ന് നോക്കാം. കാര്യം ഈ ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഇഷ്യൂ ഒരുപാട് പേർക്കുണ്ട്. സംസാരിക്കുന്നവർക്ക് നേരെ സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്തായാലും വാട്സപ്പ് വിന്നറിലോട്ട് കിടക്കാം. സോ യെസ്, ഓക്കെ, നമ്മുടെ ആദ്യത്തെ വിന്നർ എന്ന് പറയുന്ന അമ്പിളിയാണ്. അമ്പിളി സെലക്ട് ചെയ്തിരിക്കുന്നത് 59 ആണോ? 59. അമ്പിളി 59 സെലക്ട് ചെയ്ത് വിൻ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം 59 ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കണമല്ലോ. ഓക്കെ, നോക്കട്ടെ. 59 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഇന്നത്തേക്ക് പോവാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. ദിസ് ഇസ് ശിൽപ സൈനിങ് ഓഫ്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.